ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാവരുടെയും മദ്രസകളും കാര്യങ്ങളൊക്കെ തുറക്കാനുണ്ട് ഇനി ചില മദ്രസകളൊക്കെ. അപ്പോൾ എന്തായാലും മദ്രസകളൊക്കെ തുറക്കുന്ന സമയമാണ്. മക്കളൊക്കെ 1-ാം ക്ലാസ്സിലും പൊതുപരീക്ഷാ ക്ലാസ്സുകളിലേക്ക് പോകുന്ന മക്കളുടെ പേരൻസൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിരിക്കുമായിരിക്കും തുടക്കം മുതൽ തന്നെ, പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിലുള്ള മക്കളേക്ക്. കാരണം ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരുപാട് അക്ഷരങ്ങളും കാര്യങ്ങളും എല്ലാ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അറബി വായിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ പഠിക്കണം. കുറേ പുതുതായിട്ട് ഒരു ഭാഷ പഠിക്കേണ്ടതിൻ്റെ എങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ കുട്ടി എന്നുള്ള സങ്കടത്തിലായിരിക്കും എല്ലാവരും, ഒരു ടെൻഷനിലായിരിക്കില്ല എല്ലാവരും. അപ്പോൾ നമുക്ക് അതിപ്പോൾ നമ്മൾ പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അവസരങ്ങളും നമുക്കുണ്ട്. അതായത് ഒരുപാട് ട്യൂഷൻ സെൻറ്ററുകളായിക്കോട്ടെ, ഓൺലൈൻ ട്യൂഷനുകളായിക്കോട്ടെ, ഒരുപാട് നമുക്കുണ്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു അവസരത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു ചാൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ മക്കൾക്ക് അറബി വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ല, ഇനിയിപ്പോൾ 1-ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ AP മദ്രസ ആയിക്കോട്ടെ, EK മദ്രസ ആയിക്കോട്ടെ, നമ്മൾ മദ്രസ ട്യൂഷന് എടുത്തു കൊടുക്കുന്നുണ്ട്. അതായത് ലൈവായിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ഒരാഴ്ചയിൽ 4 ദിവസമായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓരോരോ ബാച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഇപ്പോൾ കുട്ടികൾക്കും നമുക്കും ഒക്കെ ഫ്രീ ആകുന്ന 2 പേർക്കും പറ്റുന്ന സമയത്തിലായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാകുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങൾ ക്ലാസ്സിൽ കുട്ടിയെ ചേർത്തിട്ടുണ്ടോ എന്തായാലും 100% അതിനൊരു ഗുണം കിട്ടിയിട്ടുണ്ടാകും. ഒരുപാട് കുട്ടികളുണ്ട് ഒന്നും അറിയാതെ നമ്മുടെ ഇതിലേക്ക്, ഇപ്പോൾ 1-ാം ക്ലാസ് കുട്ടികളാകുമ്പോൾ തുടക്കത്തിലൊന്നും അറിയത്തുണ്ടാവില്ല, ഒന്നും അറിയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് ചേരും. എന്നിട്ട് അതിനോടൊപ്പം തന്നെ വലിയ ഒരു കൊല്ലാവസാനമാകുമ്പോഴേക്കും എല്ലാം അറിഞ്ഞ്, അതായത് ഇപ്പോൾ മദ്രസയിലൊരു ദിവസം പഠിപ്പിക്കുന്നത് നമ്മൾ അന്ന് തന്നെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഫുൾ സെറ്റാക്കിയിട്ട് പൂർണ്ണമായിട്ടും എല്ലാ അരക്കൊല്ല പരീക്ഷകളിലും എല്ലാ പരീക്ഷകളിലൊക്കെ നല്ല ഉന്നത മാർക്ക് വാങ്ങുക. ഫുൾ മാർക്ക് തന്നെ നമ്മുടെ ലക്ഷ്യം. അതൊക്കെ വാങ്ങി ക്ലാസ്സിലും ടോപ്പറായി അങ്ങനെ മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മമാർ ഈ വീഡിയോ, പേരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ കുട്ടികളെ എന്തായാലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഫുൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അഥവാ എങ്ങാനും 1-ാം ക്ലാസ്സിൽ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ 2-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഇവർക്ക് ചെറിയ അക്ഷരങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കത്തില്ല. അത് പിന്നെ പാഠങ്ങളായിട്ട് ചെറിയ കഥകളൊക്കെ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ പിന്നെ അക്ഷരങ്ങളും ഒന്നും അറിയില്ല, വായിക്കാനും എഴുതാനൊന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ നമുക്ക് എന്തായാലും ചേർക്കേണ്ടി വരും ട്യൂഷനിലൊക്കെ. അപ്പോൾ ഇപ്പം തന്നെ ഇപ്പം തന്നെ തുടക്കം മുതൽ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല, പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസമാണ് നമുക്ക് ക്ലാസ് വരുന്നത്. ഈ 4 ദിവസവും നിങ്ങൾക്കും നമുക്കും ഫ്രീ ഉള്ള ദിവസങ്ങളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും നമുക്കും ഫ്രീ ഉള്ള ടൈമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ബാച്ചായിട്ടാണ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിൻ്റെ ഫീ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി 1000 രൂപയാണ് ഫീ വരുന്നത്. ഒരു മാസത്തിന് 1000 രൂപയാണ് ഫീ വരുന്നത്. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് സീറ്റ്സാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മദ്രസയൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഒന്നും സാരമില്ല, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാനൊന്നും പറ്റില്ല കേട്ടോ. നിങ്ങൾക്കും വേറെ നമ്പറും കാണാൻ പറ്റില്ല. ഗ്രൂപ്പ് അഡ്മിന് മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്കും ഗ്രൂപ്പ് അഡ്മിൻ നമ്പർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പ് അഡ്മിൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ വേഗം പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട, നമ്മൾ നിങ്ങൾക്ക് കോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത്. ഇനി എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരരുത്. തുടക്കം മുതൽ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൊക്കെ കൊടുത്ത് അവരിങ്ങനെ മുന്നോട്ട് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ചൊക്കെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരും ഹാപ്പി ആയിട്ട് പഠിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും, ഹാപ്പി ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും.
അങ്ങനെ. അപ്പോൾ എല്ലാ പരീക്ഷകളിലും നല്ല മികച്ച മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് AP മദ്രസ ആയാലും EK മദ്രസ ആയാലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മളതനുസരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്, കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.